പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യാ കലാകാരിയുമായ മോനിപ്പള്ളി മൂഴിക്കൽ പങ്കജാക്ഷിയമ്മ അന്തരിച്ചു. കേരളത്തിൻ്റെ തനത് നാടൻ കലാരൂപമായ നോക്കുവിദ്യാ പാവകളി ലോകശ്രദ്ധയിലെത്തിച്ച കലാകാരിയായിരുന്നു മൂഴിക്കൽ പങ്കജാക്ഷിയമ്മ. കോട്ടയം ജില്ലയിലെ മോനിപ്പള്ളി സ്വദേശിനിയായ പങ്കജാക്ഷിയമ്മയുടെ വിയോഗം കേരളത്തിൻ്റെ പാരമ്പര്യ കലാലോകത്തിന് തീരാ നഷ്ടമാണ്. 8-ാം വയസ്സിൽ തന്നെ നോക്കുവിദ്യാ പാവകളിയുടെ ലോകത്തേക്ക് കടന്നുവന്ന പങ്കജാക്ഷിയമ്മ പതിറ്റാണ്ടുകളോളം ഈ അപൂർവ കലാരൂപം അവതരിപ്പിക്കുന്നത് ജീവിതപ്രദമാക്കിയിരുന്നു. നെറ്റിയുടെയും മുഖപേശികളുടെയും അതിസൂക്ഷ്മ ചലനങ്ങളിലൂടെ ചെറിയ പാവയെ നിയന്ത്രിക്കുന്ന ഈ കലാരൂപം ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതിന് പിന്നിൽ അവരുടെ അക്ഷീണ പരിശ്രമമുണ്ട്. കാലത്തിൻ്റെ ഒഴുക്കിൽ വിസ്മൃതിയിലാകാൻ തുടങ്ങിയിരുന്ന നോക്കുവിദ്യാ പാവകളിക്ക് പുതുജീവൻ നൽകുകയായിരുന്നു പങ്കജാക്ഷിയമ്മ. കേരളത്തിലെ വിവിധ വേദികൾക്കൊപ്പം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി ഇവർ ഈ കല അവതരിപ്പിച്ചു. കേരളത്തിൻ്റെ തനത് പൈതൃകം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ അവരുടെ സംഭാവന വിലമതിക്കാനാവാത്തതാണ്. ഈ അപൂർവ കലാരൂപത്തിൻ്റെ സംരക്ഷണത്തിനും പ്രചരണത്തിനും നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് 2020 ഭാരത സർക്കാർ പങ്കജാക്ഷിയമ്മയെ പത്മശ്രീ നൽകി ആദരിച്ചത്. ദേശീയ ബഹുമതി ലഭിച്ചതോടെ നോക്കുവിദ്യാ പാവകളിക്കും പുതുവെളിച്ചം ലഭിച്ചു. ജീവിതത്തിൻ്റെ അവസാന നാളുകളിലും കലയുടെ പ്രചരണത്തിനും പുതിയ തലമുറയെ പരിശീലിപ്പിക്കുന്നതിനും അവർ സമയം കണ്ടെത്തി. ഒരു കലാകാരി മാത്രമല്ല, പാരമ്പര്യത്തിൻ്റെ കാവൽക്കാരിയും ഗുരുവുമായിരുന്നു പങ്കജാക്ഷിയമ്മ. പങ്കജാക്ഷിയമ്മയിൽ നിന്നും നോക്കുവിദ്യ അഭ്യസിച്ച കൊച്ചുമകൾ രഞ്ജിനിയാണ് ഇപ്പോൾ നോക്കുവിദ്യ അവതരിപ്പിക്കുന്ന ഏക കലാകാരി. അന്തരിച്ച പങ്കജാക്ഷിയമ്മയുടെ സംസ്കാര കർമ്മങ്ങൾ വ്യാഴാഴ്ച 2-ന് മോനിപ്പള്ളിയിലെ മൂഴിക്കൽ വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 9 മുതൽ 11 വരെ മോനിപ്പള്ളി പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും.